ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹ്യൂമൺ നെർവസ് സിസ്റ്റമാണ്. ഹ്യൂമൺ നെർവസ് സിസ്റ്റം. അപ്പോൾ നമ്മുടെ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ് ആൻഡ് റിസപ്റ്റേഴ്സ്. ഇവയെല്ലാം അടങ്ങിയതാണ് എന്ത്? നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറ്, സുഷുമ്ന നാഡികൾ, ഗ്രാഹികൾ, സുഷുമ്ന, ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് എന്ത്? ഹ്യൂമൻ നെർവസ് സിസ്റ്റം. Human nervous system consists of brain, spinal cord, nerve and receptors. ഈ നെർവസ് സിസ്റ്റമാണ് പ്രധാന റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഓഫ് ദ വൈറ്റൽ ഫങ്ഷൻസ്. നമ്മുടെ ശരീരത്തിലുള്ള മിക്ക ഫങ്ഷനുകളെയും എന്ത് ചെയ്യാണ്? കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യലാണ് ആരുടെ പണി? നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ പണി. മനുഷ്യനാഡീ വ്യവസ്ഥയുടെ ഫങ്ഷൻ അല്ലെങ്കിൽ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്ത്? നാഡീ വ്യവസ്ഥയുടെ ഫങ്ഷൻ. ജീവൽ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും അല്ലെ, കൺട്രോൾ ആൻഡ് കോർഡിനേഷനാണ്. ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാന ഫങ്ഷൻ. അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ, ഗ്രാഹികൾ എന്നിവയാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്സ് അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥയിൽ എന്തൊക്കെയാണുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെന്നറിയണം? മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ, ഗ്രാഹികൾ എന്നിവ ഉൾപ്പെടുന്നു. ഇനി ന്യൂറോൺ എന്താണെന്ന് നോക്കാം. ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽസ്, അതാണ് എന്ത്? ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് നെർവ് സിസ്റ്റം. നെർവ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് എന്ത്? ന്യൂറോൺ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കേട്ടോ. ന്യൂറോൺ എന്ന് പറയുന്നത് നാഡീവ്യൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. നെർവ് സെൽസ് ഓർ ന്യൂറോൺ ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് നെർവ് സിസ്റ്റം. ദേ ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് which are capable of receiving stimuli from the surroundings and to suitable messages. എന്ന് വെച്ചാൽ എന്താണ്? അതൊരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്. അതിനെന്ത് കഴിയും? നമ്മുടെ സറൗണ്ടിങ്സിലുള്ള സ്റ്റിമുലസ് അല്ലെ, ആവേഗങ്ങളെ സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ അതിനനുസരിച്ചിട്ട് വേണ്ട മെസ്സേജുകളും എന്ത് ചെയ്യും? അത് സെൻഡ് ചെയ്യും. സ്യൂട്ടബിളായ മെസ്സേജുകളും അതിന് കൊടുക്കും. അതാണ് ന്യൂറോണിൻ്റെ ധർമ്മം അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്. ന്യൂറോണാണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് നെർവസ് സിസ്റ്റം. ഓക്കെ, ഇനി ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ എങ്ങനെ? ഇത് വരയ്ക്കാൻ പഠിക്കണം, ഇതിൻ്റെ ഓരോ പാർട്സുകൾ പഠിക്കണം, അതിൻ്റെ ഓരോ ഫങ്ഷൻസും പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കിയാൽ നല്ല സുഖമാണ് ഇത് വരയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് കാണുന്ന ഭാഗമാണ് എന്ത്? കോശ ശരീരം അഥവാ സെൽ ബോഡി, സൈറ്റോൺ എന്നൊക്കെ പറയുന്നത്. സെൽ ബോഡി അഥവാ സൈറ്റോൺ അതിൻ്റെ സെൻട്രൽ പോർഷനാണ്. ഇനി അതിൽ നിന്നുള്ള ചെറിയ തന്തുക്കൾ, ഫൈബേഴ്സിനെയാണ് പറയുന്നത് എന്ത്? ഡെൻഡ്രോൺ. കണ്ടില്ലേ? ഡെൻഡ്രോൺ. ഈ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആണ് എന്ത്? ഡെൻഡ്രേറ്റ്. ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രേറ്റ്. ഇനി ഈ സെൽ ബോഡിയിൽ നിന്നും ലോങ് ആയിട്ടുള്ള ഒരു ഫൈബർ കാണാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്സോൺ. ഈ ആക്സോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ആക്സോണൈറ്റ്. ഓക്കെ, ഈ ആക്സോണൈറ്റിൻ്റെ തുഞ്ചത്തായിട്ടൊരു ബോൾ പോലെ, ബൾബ്, നോബ് പോലൊരു സ്ട്രക്ചർ കാണാം. അതാണ് സിനാപ്റ്റിക് നോബ്. നോബ് പോലുള്ളൊരു സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഇനി ഈ ന്യൂറോണിലേക്ക് ആവേഗങ്ങൾ വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഡെൻഡ്രേറ്റ് ആണ് ആവേഗങ്ങളെ സ്വീകരിക്കുന്നത്. ഡെൻഡ്രേറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ്, ആ സെൽ ബോഡിയിൽ അടുത്ത് കണ്ട കുറേ ബ്രാഞ്ചസ് ഇല്ലേ? അത് ഈ ഡെൻഡ്രേറ്റിൽ കൂടി സെൽ ബോഡിയിലേക്ക് എത്താൻ വേണ്ടി ആര് സഹായിക്കും? ഡെൻഡ്രോൺ സഹായിക്കും അല്ലേ? ഡെൻഡ്രേറ്റിൽ നിന്ന് ഡെൻഡ്രോണിലേക്ക് എത്തി, ഡെൻഡ്രോണിൽ നിന്നും സെൽ ബോഡിയിലേക്ക് ഈ ആവേഗം മെസ്സേജ് എത്തും. എന്നിട്ട് ഈ സെൽ ബോഡിയിൽ നിന്നും പിന്നെ ആക്സോണിലൂടെ നമ്മുടെ ആക്സോണൈറ്റിലെത്തും. ആക്സോണൈറ്റിലെത്തി സിനാപ്റ്റിക് നോബിലെത്തും. എന്നിട്ട് വേണം അടുത്ത ന്യൂറോണിലേക്ക് ഈ മെസ്സേജ് പാസ് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ സിനാപ്റ്റിക് നോബുമായിട്ട് ആർക്ക് കണക്ഷൻ ഉണ്ടായിരിക്കാം? അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രേറ്റിന് കണക്ഷൻ ഉണ്ടാവും. എന്നിട്ട് ഈ ആവേഗങ്ങൾ പാസ് ചെയ്യാനായിട്ട് അവിടെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്.
എന്താണ് ആവേഗങ്ങൾ പാസ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ. എവിടെ? ഒരു ആക്സോണിൽ നിന്ന് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് കേട്ടോ. അതിനൊരെണ്ണത്തിൻ്റെ എക്സാമ്പിളാണ് അസറ്റൈൽ കോളിൻ. അപ്പോൾ നമ്മൾ ന്യൂറോൺ എന്താണെന്ന്, സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരയ്ക്കുക. എന്നിട്ട് ഈ ഓരോ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഈ ഓരോ ഭാഗങ്ങളും എന്താണെന്ന് എഴുതാം. അപ്പോഴും നമുക്കതിന് ഫുൾ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അറിയില്ലേ? സെൻട്രൽ പോർഷനാണ് നാഡീകോശത്തിൻ്റെ കേന്ദ്രമാണ് എന്ത്? കോശശരീരം. അങ്ങനെ ഓരോ പോയിൻ്റ് ആയിട്ട് പഠിക്കുക. അതിനോട് ചേർന്ന് കാണുന്ന ഒരു ഫൈബറാണ് എന്ത്? ഡെൻഡ്രോൺ. ഡെൻഡ്രോൺസ് ബ്രാഞ്ചസ് ഈസ് കോൾഡ് ഡെൻഡ്രേറ്റ്. സെൽ ബോഡി ഹാവ് എ ലോങ് ഫൈബർ സീൻ ഇറ്റ്സ് കോൾഡ് ആക്സോൺ. ആക്സോൺസ് ബ്രാഞ്ചസ് ഈ സീൻ ഈസ് കോൾഡ് ആക്സോണൈറ്റ്. ആക്സോണൈറ്റ്സ് സീൻ എ നോബ് ലൈക്ക് സ്ട്രക്ചർ ഇറ്റ്സ് കോൾഡ് സിനാപ്റ്റിക് നോബ്സ്. അങ്ങനെ നിങ്ങളുടേതായൊരു ലാംഗ്വേജിൽ, നിങ്ങൾക്കറിയില്ല ഇംഗ്ലീഷിൽ ചെറിയ ചെറിയ ഇംഗ്ലീഷൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, 10ലെത്തില്ലേ നമ്മൾ. അപ്പോൾ ആ രീതിയിൽ നമ്മുടേതായ രീതിയിൽ എഴുതിയാലും മതി. ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെ എഴുതണം എന്നില്ല, നമുക്ക് സിമ്പിളാക്കിയിട്ടും എഴുതാട്ടാ. പക്ഷെ എന്തായിരിക്കണം? കറക്റ്റായിരിക്കണം, ആൻസർ കറക്റ്റായിരിക്കണം, അത്രയേ ഉള്ളൂ. ഗ്രാമർ മിസ്റ്റേക്കിനൊന്നും മാർക്ക് കുറയ്ക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങളത് എഴുതുക. പിന്നെന്താണ്? സിനാപ്റ്റിക് നോബ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ. ഇനി ഡെൻഡ്രേറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? റിസീവ് ഇമ്പൾസ്. നമ്മൾ പറഞ്ഞല്ലേ, ഉദ്ദീപനങ്ങളെ ഗ്രഹിക്കുന്നു. റിസീവ് ഇമ്പൾസ് ആണ് ഡെൻഡ്രേറ്റിൻ്റെ ഫംഗ്ഷൻ. ഡെൻഡ്രോൺ എന്താണ് ചെയ്യുന്നത്? ഈ ഡെൻഡ്രേറ്റിൽ നിന്നും വന്ന മെസ്സേജിനെ, ഇമ്പൾസിനെ എങ്ങോട്ട് കൊടുക്കും? സെൽ ബോഡിയിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. ക്യാരിങ് ഇമ്പൾസ് ഫ്രം ഡെൻഡ്രേറ്റ് ടു ദ സെൽ ബോഡി. ഓക്കെ. ഇനി സെൽ ബോഡിയിലേക്ക് ഈ ഇമ്പൾസ് എത്തി. അപ്പോൾ ഈ സെൽ ബോഡിയുടെ ഫംഗ്ഷൻ എന്താണ്? പാസസ് ഇമ്പൾസ് ടു ആക്സോൺ. ഈ സെൽ ബോഡിയിൽ നിന്നും ഈ ഇമ്പൾസസ് എങ്ങോട്ട് കൊടുക്കണം? ആക്സോണിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. ഇനി ആക്സോൺ എന്ത് ചെയ്യും? ക്യാരിങ് ഇമ്പൾസ് ഫ്രം എവിടെ നിന്നാണ്? സെൽ ബോഡി ടു എങ്ങോട്ട് കൊടുക്കും? ഔട്ട്സൈഡ്. ആക്സോണേറ്റ് അല്ലേ? ടു ഔട്ട്സൈഡ്. ഇനി ആക്സോണേറ്റിലേക്ക് ഈ ഇമ്പൾസ് എത്തി. ക്യാരിങ് ഇമ്പൾസ് ടു സിനാപ്റ്റിക് നോബ്. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മളുടെ ഇമ്പൾസസ് എവിടെ വരെ എത്തിയിട്ടുണ്ട്? ആക്സോണൈറ്റിലേക്ക് എത്തിയിട്ടുണ്ടല്ലേ. ഇനി ആക്സോണൈറ്റിൽ നിന്ന് എവിടേക്കാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ സിനാപ്റ്റിക് നോബിലേക്ക് കൊടുക്കും. അപ്പോൾ സിനാപ്റ്റിക് നോബിലേക്ക് ഈ ആവേഗങ്ങൾ എത്തുമ്പോൾ അവരെന്ത് ചെയ്യും? ഒരു സെക്രീഷൻ അല്ലേ, ആവേഗങ്ങൾ എത്തുമ്പോൾ ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഒരു ന്യൂറോൺ ട്രാൻസ്മിറ്ററിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തത് അസറ്റൈൽ കോളൈൻ. ഓക്കെ. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ വരെയും പിന്നെന്ത് ചെയ്യും? അടുത്ത ഡെൻഡ്രേറ്റിലേക്ക് ഈ ആവേഗങ്ങൾ പാസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ന്യൂറോണിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഓരോ ഫങ്ഷനും നമ്മൾ മനസ്സിലാക്കിയല്ലേ. നമ്മുടെ നെർവ് സിസ്റ്റത്തിൽ ന്യൂറോൺ അല്ലാതെയും വേറെ കുറച്ച് സെൽസ് ഉണ്ട്. ഏതൊക്കെയാണത്? എപ്പൻഡമൽ സെൽസ്, ഒളിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ സെൽസ്, ഷ്വാൻ സെൽസ്, ആസ്ട്രോസൈറ്റ്സ്. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പേരുകളാണ് അല്ലേ. എന്നാലൊന്ന് വായിച്ച് എഴുതി തന്നെ പഠിക്കാം കേട്ടോ. നമ്മൾ ന്യൂറോഗ്ലിയൽ കോശങ്ങൾ അഥവാ ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് വെച്ചാൽ മസ്തിഷ്കത്തിലും സുഷുമ്നയിലും പകുതിയിലധികം കാണപ്പെടുന്ന കോശങ്ങളാണിവ. അവയാണ് ന്യൂറോഗ്ലിയൽ കോശങ്ങൾ. ഇവയ്ക്ക് എന്താണ്? വിഭജിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ നമ്മളുടെ മെസ്സേജുകൾ അല്ലെങ്കിൽ ഇമ്പൾസസ് റിസീവ് ചെയ്യാനോ ട്രാൻസ്മിറ്റ് ചെയ്യാനോ ഉള്ള കഴിവുകളൊന്നുമില്ല. ഇവർക്ക് മൾട്ടിപ്പിൾ ചെയ്യാനുള്ള കഴിവുമില്ല, മെസ്സേജുകൾ റിസീവ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനോ ഉള്ള കഴിവുകളൊന്നുമില്ല. പക്ഷേ ഇവയെ നമ്മൾ എന്താണ്? നമ്മുടെ മസ്തിഷ്കത്തിലും സുഷുമ്നാനാദിലും ബ്രെയിനിലും സ്പൈനൽ കോഡിലൊക്കെ വളരെയധികം കാണപ്പെടുന്ന സെൽസാണ്. അപ്പം പിന്നെ ഇവയുടെ ഫങ്ഷൻസ് എന്താണ്? നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഇവയെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഇപ്പോൾ 2-3 ഫങ്ഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബ്രിങ് ന്യൂട്രീഷൻ നെസസറി ഫോർ ന്യൂറോൺസ്. നാഡീകോശങ്ങൾക്ക് ആവശ്യമായ പോഷണം ആരാണ് എത്തിച്ചു കൊടുക്കുന്നത്? നമ്മുടെ ന്യൂറോഗ്ലിയൽ സെൽസാണ് എത്തിച്ചു കൊടുക്കുന്നത്. പിന്നെയോ എലിമിനേറ്റ് വേസ്റ്റ്. മാലിന്യങ്ങൾ എന്ത് ചെയ്യാണ്? നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ആക്ട് ആസ് എ ഡിഫൻസ് സെൽസ്. ഡിഫൻസ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. പിന്നെന്താണ്? ആവേഗ പ്രസരണത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നു.
ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് ഇമ്പൾസസ്, അല്ലെ ഇമ്പൾസസിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുന്നു, ആവേഗത്തിൻ്റെ സ്പീഡ് എന്താണ് വർദ്ധിപ്പിക്കുന്നു. പിന്നെ എന്താണ് ആക്ട് ആസ് എ ഡിഫൻസ് സെൽസ് ആൻഡ് അഡ്ജസ്റ്റ് പ്രഷർ, അതൊരു പ്രതിരോധ കോശമായി പ്രവർത്തിക്കുകയും പിന്നെന്താണ് നമ്മുടെ മർദ്ദം, അവിടെയുള്ള മർദ്ദത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ന്യൂറോഗ്ലിയൽ സെൽസിൻ്റെ ഫങ്ഷൻസ്. ന്യൂറോഗ്ലിയൽ സെൽസാണ് ബ്രെയിനിലും സ്പൈനൽ കോഡിലും കൂടുതലായി കാണപ്പെടുന്നത്. ഇവയ്ക്ക് എന്തിനുള്ള കഴിവൊന്നുമില്ല, മൾട്ടിപ്പിൾ ചെയ്യാനോ അല്ലെങ്കിൽ ആവേഗങ്ങളെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവുകളില്ല. പക്ഷേ ആവേഗങ്ങളെ സ്പീഡ് കൂടാൻ വേണ്ടിയിട്ട് ഇവ സഹായിക്കും. പിന്നെ നാഡീകോശങ്ങൾക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ എത്തിച്ചു കൊടുക്കും. പിന്നെ നമ്മളുടെ വേസ്റ്റ് അല്ലെ എലിമിനേറ്റ് ചെയ്യാനായിട്ട്, പുറന്തള്ളാൻ വേണ്ടിയിട്ടൊക്കെ ഇവയാണ് സഹായിക്കുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് മൈലിൻ ഷീത്ത്. അതെന്താണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്? നമ്മൾ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ അതിലേറ്റവും ലോങ്ങസ്റ്റായ പാർട്ട് ഏതാണ്? ആക്സോൺ ആണല്ലേ. ഈ ആക്സോണിനെ കവർ ചെയ്ത് കാണുന്നതിന് ഒരു പാർട്ടാണ് എന്ത്? മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ആക്സോണിൻ്റെ ഒരു കവറിങ്, അത് എല്ലാ ന്യൂറോണിനും ഉണ്ടാവണമെന്നില്ല, ചില ന്യൂറോണുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ആക്സോണിൻ്റെ കവർ ചെയ്തിരിക്കുന്ന ആ ഒരു മൈലിൻ ഷീത്ത് എന്നാണ് പറയുന്നത്. ഇതെന്താണ്? വെളുത്ത ഒരു കൊഴുപ്പ് രൂപത്തിലായിരിക്കും കാണാം. ഓക്കെ, ഇതൊരു വെളുത്ത നിറമാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ ആക്സോണിൻ്റെ അല്ലെങ്കിൽ ആവരണമാണ് എന്ത്? മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ആക്സോണിൻ്റെ കവറിങ് ആണ് എന്ത്? മൈലിൻ ഷീത്ത്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ആക്സോണിന് പോഷകം ലഭ്യമാക്കി കൊടുക്കുക അല്ലെ, ആക്ട് ആസ് എ ഇൻസുലേറ്റർ. പിന്നെന്താണ്? അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക. വൈദ്യുതി ഇൻസുലേറ്ററായി പ്രവർത്തിച്ച് ആവേഗ പ്രസരണത്തിൻ്റെ വേഗത കൂട്ടുക, അതിലൂടെ പോകുന്ന ഇമ്പൾസിൻ്റെ വേഗതകൾ കൂട്ടുക. പിന്നെന്താണ്? പോഷകം ലഭ്യമാക്കുക. പിന്നെന്താണ്? ഇമ്പൾസിൻ്റെ വേഗത കൂട്ടുക. പിന്നെ ആക്സോണിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലേ. ആക്ട് ആസ് എ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. പ്രൊവൈഡ് നോറിഷ്മെൻറ്റ്, പ്രൊട്ടക്റ്റ് ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറീസ്. ഇതൊക്കെയാണ് മൈലിൻ ഷീറ്റിൻ്റെ ഫങ്ഷൻസ്. ഞാൻ പറഞ്ഞു എല്ലാ ന്യൂറോണിൻ്റെ ആക്സോണിലും മൈലിൻ ഷീത്ത് കാണണമെന്നില്ല. അപ്പോൾ മൈലിൻ ഷീത്ത് കാണുന്ന ആ ഒരു ഭാഗത്ത് എന്ത് നിറമായിരിക്കും? നമുക്ക് വെളുത്ത നിറത്തിലായിരിക്കും കാണാം. അവിടെ നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നു. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയും? വൈറ്റ് മാറ്റർ എന്ന് പറയും. കാരണം അതൊരു വെള്ള നിറത്തിലായിരിക്കും അവിടെ കാണാം. ഇനി കോശങ്ങളിൽ മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗങ്ങളുണ്ട് അല്ലേ, അവയെ നമ്മൾ ഗ്രേ മാറ്റർ എന്നും പറയുന്നു. മനസ്സിലായില്ലേ? അപ്പം ആക്സോണിൻ്റെ ആ ഒരു മൈലിൻ ഷീത്തിൻ്റെ നിറം വെള്ളയാണ്, അത് കൂടുതലായി കാണപ്പെടുന്ന ആ ഒരു ഭാഗം വൈറ്റ് കളറിലായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്തെ നമ്മൾ വൈറ്റ് മാറ്റർ എന്നും, മൈലിൻ ഷീറ്റ് ഇല്ലാത്ത ആ ഒരു മസ്തിഷ്കത്തിൻ്റെ അല്ലെങ്കിൽ സുഷുമ്ന നാഡിയുടെ ഭാഗങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? ഗ്രേ മാറ്റർ എന്നും പറയുന്നു. ഇനി നമ്മളുടെ സെൽ ബോഡിയെ ഒരു ആവരണം ഉണ്ടായിരിക്കും. ദ സൈറ്റോൺ പാർട്ട് ഓഫ് എ സെൽ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സൈറ്റോൺ പാർട്ട് അല്ലേ, സൈറ്റോൺ എന്ന് തന്നെയാണ് പറയാം. സൈറ്റോൺ പാർട്സ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ആർ കവേർഡ് ബൈ എ മെംബ്രെയിൻ. അപ്പോൾ ഈ ഒരു ഭാഗത്തെ എന്താണ്? ഒരു മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിരിക്കും. ദീസ് പാർട്സ് സീൻ ഇൻ ദ സ്പെറിക്കൽ ഷേപ്പ് ആൻഡ് കോൾഡ് ഗാംഗ്ലിയ. അപ്പോൾ ആ ഒരു ഭാഗത്തെ സ്പെറിക്കൽ ഷേപ്പായിട്ടാണ് നമുക്ക് കാണാം. അതിന് നമ്മൾ എന്തെന്ന് പറയും? ഗാംഗ്ലിയ എന്നാണ് പറയുക. അപ്പോൾ ഗാംഗ്ലിയ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെൽ ബോഡിയുടെ ഭാഗം കവർ ചെയ്തിരിക്കുന്നതിനെയാണ്. അത് സ്പെറിക്കൽ ഷേപ്പിലായിരിക്കും കാണാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഗാംഗ്ലിയ എന്ന് പറയുന്നത്. ഒരു കൂട്ടം കോശ ശരീരഭാഗങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ആവരണം കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഗാംഗ്ലിയ എന്ന് പറയുന്നത്. വൈറ്റ് മാറ്റർ എന്താണ്? മൈലിൻ ഷീറ്റ് പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈലിൻ ഷീറ്റ് ഇല്ലാത്തൊരു ഭാഗമാണ്. അപ്പോൾ ഓരോ പേരുകളും എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. In the brain and spinal cord, the part where myelinated neurons with are more abundant is called white matter, and the part where the cell bodies and part of the neuron without a myelin sheath are seen is called gray matter.
നമ്മൾ നെർവസ് സിസ്റ്റമാണ് പഠിച്ചത്. നെർവസ് സിസ്റ്റത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്താണ്? ന്യൂറോൺ ആണ് അല്ലേ. നെർവസ് സിസ്റ്റം 2 തരത്തിലുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പറയും, പിന്നെ എന്താണ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് തരംതിരിക്കാം. നമുക്ക് 2 തരത്തിൽ നിന്നല്ല കേട്ടോ, നമ്മുടെ നെർവസ് സിസ്റ്റത്തെ 2 ഭാഗങ്ങളാക്കി തരംതിരിക്കുകയാണ്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം, മറ്റൊന്ന് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നതാണ് ബ്രെയിനും സ്പൈനൽ കോഡും. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നതാണ് 12 പെയർസ് ഓഫ് ക്രാനിയൽ നേഴ്സും 31 പെയർസ് ഓഫ് സ്പൈനൽ നേഴ്സും. നമ്മുടെ സ്പൈനൽ കോഡിന് ഇങ്ങനെ നേഴ്സ് പോയിട്ട് കണ്ടിട്ടില്ലേ, നട്ടലിൻ്റെ ആ ഭാഗത്ത്, അത് 31 ജോഡിയുണ്ട്. അതിനെയാണ് നമ്മൾ സ്പൈനൽ നെർവ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ തലച്ചോറിൽ കുറച്ച് ഞരമ്പുകളുണ്ട്, അത് 12 പെയറാണ്. അതിനെയാണ് ക്രാനിയൽ നേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 12 പെയർ ക്രാനിയൽ നെർവ് ഉണ്ട് നമ്മൾക്ക്, പിന്നെ 31 പെയർ സ്പൈനൽ നേഴ്സും ഉണ്ട്. ഈ പെരിഫറൽ നെർവ് സിസ്റ്റത്തിലെ 12 പെയേഴ്സ് ക്രാനിയൽ നേഴ്സും 31 പെയേഴ്സ് സ്പൈനൽ നേഴ്സും എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? നമ്മുടെ സെൻട്രൽ നെർവ് സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ ഇത് ഓർഗനുമായിട്ടും കണക്റ്റഡ് ആണ്. മനസ്സിലായോ? അപ്പം നമ്മുടെ ഓർഗൻസിനെയും സ്പൈനൽ കോഡിനെയും കണക്ട് ചെയ്യുന്നതാണ് ഇത് പെരിഫറൽ നെർവ് സിസ്റ്റം. ഈ പെരിഫറൽ നെർവ് സിസ്റ്റത്തിലാണ് നമ്മളുടെ 12 ജോഡി ക്രാനിയൽ നേഴ്സും ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളും പിന്നെ എന്താണ് ഗാംഗ്ലിയോണുകളും ഉൾപ്പെടുന്നു. അപ്പോൾ ആരൊക്കെയാണ്? ഗാംഗ്ലിയോണും ക്രാനിയൽ നേഴ്സും സ്പൈനൽ നേഴ്സും ഇതൊക്കെയാണ് എന്ത് നമ്മുടെ പെരിഫറൽ നെർവ് സിസ്റ്റത്തിൽ വരുന്നത്. ഈ പെരിഫറൽ നെർവ് സിസ്റ്റമാണ് നമ്മളുടെ സെൻട്രൽ നെർവ് സിസ്റ്റത്തെയും നമ്മുടെ ഓർഗൻസിനെയും കണക്ട് ചെയ്യുന്നത്. സെൻട്രൽ നാഡീ വ്യവസ്ഥ, കേന്ദ്ര നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ സെൻട്രൽ നെർവ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് എന്ത്? ബ്രെയിനും സ്പൈനൽ കോഡും എന്ന് പറഞ്ഞത്. ഈ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനും എന്താണ്? ഒരു ആവരണമുണ്ട്, 3 ലെയറുള്ള ഒരു ആവരണമാണ്. അതിൻ്റെ പേരാണ് മെനിഞ്ചസ്. എന്താണ്? മെനിഞ്ചസ്. 3 ലെയറുള്ള ഒരു ആവരണമാണ്, അതിൻ്റെ പേരാണ് മെനിഞ്ചസ്. ഈ മെനിഞ്ചസിലും നമ്മുടെ ബ്രെയിനിൻ്റെ അറകളിലും നമ്മുടെ സുഷുമ്നാ നാഡിയുടെ ഉള്ളിലുള്ള ക്യാവിറ്റിയിലുമൊക്കെ ഒരു ദ്രാവകം നിറഞ്ഞിരിക്കുന്നുണ്ട്. ആ ദ്രാവകത്തിൻ്റെ പേരാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. എന്താണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്തായിരിക്കും? സെറിബ്രോ സ്പൈനൽ മെനിഞ്ചസിൻ്റെ ഫങ്ഷൻ എന്തിനാണ്? ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെയും ഫങ്ഷനൊക്കെ എന്തായിരിക്കും? നമ്മളുടെ പ്രൊട്ടക്ഷൻ തന്നെയാണ് മെയിനായിട്ടുള്ള ഫങ്ഷൻ അല്ലേ. പ്രൊട്ടക്റ്റ് എക്സ്റ്റേണൽ ഇഞ്ചുറീസ് എന്ന് പറയാം. പിന്നെ എന്താണ്? പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ടിഷ്യൂസ്. നമ്മുടെ ബ്രെയിനിലുള്ള അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ ഉള്ള ടിഷ്യൂസിന് വേണ്ട ഓക്സിജനും ന്യൂട്രിയൻസിനും പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഏതിലൂടെയാണ്? ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ്. പിന്നെന്താണ്? അവിടെ ഉണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ എലിമിനേറ്റ് ചെയ്യുക, റെഗുലേറ്റ് പ്രഷർ, അവിടെ ഉണ്ടാകുന്ന പ്രഷർ അല്ലെ അമിതമായ മർദ്ദമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക? അത് റെഗുലേറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രൊട്ടക്റ്റ് എക്സ്റ്റേണൽ ഇഞ്ചുറീസ്. നമ്മുടെ എന്തൊരു ശരീരഭാഗത്തെ ആയിക്കോട്ടെ അതിൻ്റെ ആവരണങ്ങൾക്ക് എന്തായിരിക്കും അതിൻ്റെ പ്രധാന ഫങ്ഷൻ? പ്രൊട്ടക്ഷനാണ് അല്ലേ അതിൻ്റെ പ്രധാന ഫങ്ഷൻ. ഇപ്പം നമ്മുടെ ബ്രെയിനിൽ തന്നെയല്ല, ഇനി നമ്മുടെ ഹാർട്ടിനെ കവർ ചെയ്തിട്ട് പെരിക്കാർഡിയം ഉണ്ട് അല്ലേ, അതിൻ്റെയും ഫങ്ഷൻ എന്താണ്? പ്രൊട്ടക്ഷനാണ് മെയിനായിട്ടുള്ള ഫങ്ഷൻ. പിന്നെ എന്താണ് അതിൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ എന്തായിരിക്കും? മർദ്ദത്തെ റെഗുലേറ്റ് ചെയ്യുക, അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഈ 2 പോയിൻറ്റ്സ് എന്ത് ചോദിച്ചാലും എഴുതി വയ്ക്കാം കേട്ടോ. അതൊക്കെ ഒരു സൂത്രങ്ങളാണ് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത്. അപ്പോൾ റെഗുലേറ്റ് പ്രഷർ, അത് ചിന്തിക്കണം കേട്ടോ, എന്താണ് എഴുതുന്നത്, ഏത് ഭാഗമാണെന്നൊക്കെ ഒരു ചിന്ത വേണം കേട്ടോ. പ്രൊട്ടക്ഷൻ എന്നുള്ളത് പേടിക്കേണ്ട, എന്തിനും എഴുതി വയ്ക്കാം. പ്രഷർ റെഗുലേറ്റ് ചെയ്യണത് നമ്മളൊന്ന് നോക്കിയിട്ടാണ്, ഫ്ലൂയിഡാണോ, എവിടുത്തെ ഫ്ലൂയിഡാണ് ഈ ചോദിച്ചിട്ടുള്ളത്, അത് വെച്ചിട്ടൊക്കെ എഴുതാം. പിന്നെ എന്താണ്? വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുക, അതിന് വേണ്ട ന്യൂട്രീഷ്യൻസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സുകൾ പഠിച്ചു വെച്ചിട്ട് പറ്റുന്നിടത്തൊക്കെ എടുത്ത് അപ്ലൈ ചെയ്ത് വെച്ചോ കേട്ടോ. ബയോളജിയിലൊക്കെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്, ഒരേ പോയിൻ്റ് തന്നെ നമുക്ക് പലയിടത്തും എഴുതാൻ പറ്റും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്നുള്ളത്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ എന്താണ്? കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുക, മാലിന്യം നീക്കം ചെയ്യുക, മർദ്ദം ക്രമീകരിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. നമ്മുടെ മൈലിൻ ഷീറ്റിൻ്റെയും ഫങ്ഷനൊക്കെ കുറച്ച് ഇതൊക്കെ തന്നെയല്ലേ. അപ്പോൾ അതാണ് ഞാൻ പറയാം, അങ്ങനെ നോക്കി കണക്ട് ചെയ്ത് പഠിച്ചോട്ടാ. ഇനി നമ്മുടെ ബ്രെയിനിൻ്റെ പാർട്സുകൾ ഏതൊക്കെയാണ് നമുക്കറിയാമല്ലേ. സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ ഒക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ പാർട്സാണ്.
ഇനിയും കുറേ ഉണ്ട്. അപ്പോൾ ഇതിലെ ആദ്യം നമുക്ക് എന്ത് നോക്കാം? സെറിബെല്ലം. സെറിബെല്ലം ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. അപ്പോൾ ഫസ്റ്റ് ലാർജസ്റ്റ് പാർട്ട് ഏതാണ്? സെറിബ്രം. ഡ്രം ഭയങ്കര വലുതല്ലേ, അപ്പോൾ സെറിബ്രം. ആ രീതിയിൽ ചിന്തിക്കുക. ഈ സെറിബെല്ലം 2 L വരുന്നുണ്ട്. നോക്കിക്കോ, ഞാൻ പറയുന്നതായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ് സെറിബെല്ലം. സെറിബ്രാണ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെറിബെല്ലാണ് സെക്കൻഡ് എന്നുള്ളത്. നോക്കി കാണിച്ചിരിക്കണ ഒരു കോളിഫ്ലവറിൻ്റെ പൂ പോലൊക്കെ ഇരിക്കണുണ്ടില്ലേ, അതാണ് സെറിബെല്ലം. ഈ ചിത്രത്തിൽ അങ്ങനെയായിട്ടാണ് കാണുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. സീൻ ബിഹൈൻഡ് ആൻഡ് ബിലോ ദ സെറിബ്രം. എവിടെയാണ് കാണുന്നത്? പുറകിലാണ് കാണുന്നത് അല്ലേ, സെറിബ്രത്തിൻ്റെ താഴെയായിട്ടാണ് കാണുന്നത്. ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ഇക്വലിബ്രിയം ഓഫ് ദ ബോഡി ബൈ കോർഡിനേറ്റിംഗ് മസ്കുലർ ആക്ടിവിറ്റി. അപ്പോൾ സെറിബെല്ലം അതിൻ്റെ ഫങ്ഷനാണ് എന്ത്? 2 L നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, അത് ശ്രദ്ധിക്കാൻ പറഞ്ഞില്ല. സെറിബെല്ലത്തിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 2 L ഉണ്ട്. 2 L ഇങ്ങനെ നിൽക്കേണ്ടതാണ് നമ്മുടെ ബോഡി ബാലൻസാണ്. അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പം നമ്മളുടെ ബാലൻസിന് സഹായിക്കുന്ന ബ്രെയിനിൻ്റെ പാർട്സ് ഏതാണെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും? സെറിബെല്ലം. അപ്പം നമുക്ക് കൺഫ്യൂഷൻ വരില്ല, തെറ്റില്ല. ഓക്കെ. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ് ബ്രെയിനിൻ്റെ കേട്ടോ. പിന്നെ 2 L പിന്നെ എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മൾ സ്റ്റേണായിട്ട് നിൽക്കണം അല്ലേ, അപ്പം നമ്മളെ ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ എന്താണ്? മസ്കുലർ ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യുന്നു. കിട്ടിയില്ലേ? സെറിബെല്ലം. ഇനി അടുത്തത് സെറിബ്രം. ഡ്രം എന്താണ്? ലാർജസ്റ്റ് പാർട്ടാണ് ബ്രെയിനിൻ്റെ അല്ലേ, ലാർജസ്റ്റ് പാർട്ടാണ് ബ്രെയിനിൻ്റെ എന്ത്? സെറിബ്രം. പിന്നെ ഇതിൽ ഔട്ടർ പാർട്ട് ഓഫ് ദ ഗ്രേ മാറ്റർ ഈസ് സീൻ ഈസ് കോൾഡ് കോർട്ടക്സ്. കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെറിബെല്ലത്തിൽ കാണുന്ന ഗ്രേ കളറിൽ ഗ്രേ മാറ്റർ, ഔട്ടർ സൈഡിൽ കാണുന്ന ഗ്രേ മാറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കോർട്ടക്സ് എന്ന് പറയുന്നതും. ഇന്നർ പോർഷനിൽ കാണുന്ന വൈറ്റ് മാറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മെഡുല എന്നും പറയുന്നത്. അപ്പം സെറിബ്രത്തിന് 2 ഭാഗങ്ങളുണ്ട്, കോർട്ടക്സും മെഡുലയും. കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ടർ പാർട്ടാണ്. മെഡുല എന്ന് പറയുന്നത് ഇന്നർ പാർട്ടാണ്, വൈറ്റ് മാറ്ററാണ് അല്ലേ അവിടെ കാണുന്നത്. ഇനി ഈ ഒരു ഭാഗം സെറിബ്രം നമ്മുടെ എന്തിനൊക്കെ സഹായിക്കുന്നു നോക്കാം. വലിയ ഭാഗമായതുകൊണ്ട് എന്താണ്? ഒരുപാട് ഫങ്ഷൻ ഉണ്ട്. നോക്കിയേ, പ്രോബ്ലം സോൾവിങ്, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു കഴിവ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? സെറിബ്രത്തിലാണല്ലോ ഉള്ളത്. പ്ലാനിങ് ആൻഡ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്, സെൻറ്റർ ഓഫ് മെമ്മറി, നമ്മുടെ ഓർമ്മശക്തി നിൽക്കുന്നത് എവിടെയാണ്? സെറിബ്രത്തിലാണ്. ഇൻ്റലിജൻസ്, നമ്മുടെ ബുദ്ധിശക്തി, കഴിവുകൾ, തിങ്കിങ് ആൻഡ് ഇമാജിനേഷൻസ്, പ്രൊവൈഡിങ് വേരിയസ് സെൻസറി എക്സ്പീരിയൻസസ്, ഇതെല്ലാം ആരാണ് നോക്കുന്നത്? സെറിബ്രമാണ് നോക്കുന്നത്. കാണാപ്പാടം പഠിച്ചോട്ടാ, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ. അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്രോബ്ലം സോൾവിങ്, തിങ്കിങ്, പ്ലാനിങ്, നമ്മുടെ മെമ്മറി, ഇൻ്റലിജൻസ്, ഇതെല്ലാം ഇമാജിനേഷൻസ് അല്ലേ. നമുക്ക് ഇമാജിൻ ചെയ്യലേ, ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു നിർന്ന് ഇമാജിൻ ചെയ്യൂലേ, അതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ സെറിബ്രത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഇനി അടുത്ത പാർട്ടാണ് തലാമസ്. സീൻ ഇൻ ദ ഇന്നർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ. എവിടെയാണ് കാണുന്നത്? ബ്രെയിനിൻ്റെ ഉള്ളിലാണ് ആരെ കാണുന്നത്? തലാമസിനെ കാണുന്നത്. ആക്ട് ആസ് ദ റിലേ സ്റ്റേഷൻ ഓഫ് മെസ്സേജസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. അപ്പോൾ ആ സെറിബ്രത്തിലേക്ക് ഉള്ളതും സെറിബ്രത്തിൽ നിന്നുള്ളതുമായ മെസ്സേജുകൾ ഏതിലൂടെയാണ് കടന്നു പോകുന്നത്? നമ്മുടെ തലാമസിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് ഏത് ഭാഗത്താണ്? നമ്മുടെ തലാമസ്. നമ്മുടെ പെയിൻ കില്ലറുകൾ നമ്മൾ കഴിക്കാറുണ്ടല്ലേ, വേദനകൾ അറിയാതിരിക്കാനായിട്ടുള്ള മരുന്നുകളൊക്കെ നമ്മൾ കഴിക്കാറില്ലേ, വേദന കുറയ്ക്കാനായിട്ട്. അപ്പം അത് എവിടെ പോയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക? നമ്മുടെ തലാമസിലായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പം തലാമസിൽ കൂടെ പോകുന്ന വേദന എന്നുള്ള ആ മെസ്സേജിന് ആരെന്ത് ചെയ്യും? അവിടെ തലാമസിൽ ഈ മരുന്ന് അവിടെ പിടിച്ചു വയ്ക്കും. അപ്പം നമ്മുടെ സെറിബ്രത്തിലേക്ക് എത്തൂല, സെറിബ്രത്തിലേക്ക് എത്തൂല. അപ്പം നമുക്ക് വേദന എന്നുള്ളത് ഫീൽ ചെയ്യുമോ? ഇല്ല. മനസ്സിലായില്ലേ? ഈ വേദനയുടെ മെസ്സേജ് തലാമസിൽ കൂടെ സെറിബ്രത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് അയ്യോ വേദന എടുക്കണേന്ന് പറയാം. അപ്പം ഈ തലാമസിൽ കൂടെ ആ വേഗം ഇമ്പൾസ് പോയില്ലെങ്കിലോ നമുക്ക് ആ വേദന എന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പം വേദന സംഹാരികളൊക്കെ എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ആൻസർ പറയണം? തലാമസിലാണ്. ഓക്കെ. അപ്പോൾ തലാമസ് കഴിഞ്ഞു. ഇനി എന്താണ്? ഹൈപ്പോ തലാമസ്. തലാമസിൻ്റെ അടുത്ത് കാണുന്ന അടുത്തൊരു പാർട്ടാണ് ഹൈപ്പോ തലാമസ്. നമ്മളിപ്പോൾ സെറിബ്രം പഠിച്ചു, സെറിബെല്ലം പഠിച്ചു, ഫങ്ഷൻ പഠിച്ചു കേട്ടോ, തലാമസും പഠിച്ചു. ഇനിയാണ് ഹൈപ്പോ തലാമസ്. ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ്
ഹോമിയോസ്റ്റാസിസ് ബൈ റെഗുലേറ്റിംഗ് ബോഡി ടെമ്പറേച്ചർ, ഹങ്കർ, തേഴ്സ്റ്റ്, ഇമോഷൻസ്. നമ്മുടെ വിശപ്പ്, ദാഹം, വികാരങ്ങൾ ഇതിനൊക്കെ നോക്കുന്നത് ആരാണ്? ഈ ഹൈപ്പോതലാമസാണ്. വെറുതെ അല്ല നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ കരയുക, ചിരിക്കുക, ഇതൊക്കെ ആരാണപ്പോൾ നമ്മുടെ കൺട്രോൾ ചെയ്യുന്നത്? ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ് അല്ലേ നമ്മുടെ വിശപ്പ്, ദാഹം ഇതിനൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ബോഡിയുടെ ഹോമിയോസ്റ്റാസിസ് നിലനിർത്താം. ആന്തര സമസ്ഥിതി പരിപാലനത്തെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്? അപ്പോൾ റെഗുലേറ്റ് ചെയ്യുന്നത് എന്താണ്? ബോഡി ടെമ്പറേച്ചർ, വിശപ്പ്, ദാഹം, ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? തലാമസ് ആണ്. ഇനി തലാമസ് എന്താണ് ചെയ്യുന്നത്? ഇതിലൂടെയാണ് മെസ്സേജുകളെല്ലാം സെറിബ്രത്തിലേക്ക് എത്തുന്നതും സെറിബ്രത്തിൽ നിന്നുള്ള എല്ലാ മെസ്സേജുകളും ഏതിലൂടെയാണ് പോകുന്നത്? തലാമസിലൂടെയാണ് പോകുന്നത്. അപ്പം നമ്മുടെ വേദന സംഹാരികളൊക്കെ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? നമ്മുടെ തലാമസിലാണ്. ഓക്കെ, ഹൈപ്പോതലാമസ് നമ്മുടെ വിശപ്പ്, ദാഹം, ഇമോഷൻസ് ഒക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്. ഹോമിയോസ്റ്റാസിസ് അല്ലേ, ഇതൊക്കെ നോക്കുന്നത് ആരാണ്? നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. മാറരുത് കേട്ടോ. ഇനി നമ്മുടെ ബ്രെയിനിൽ മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല ഒബ്ലോങ്കേറ്റ. മെഡുല ഒബ്ലോങ്കേറ്റ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ്. ഇപ്പോൾ നമ്മുടെ വോളണ്ടറി ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൈ പൊക്കുക അല്ലേ, നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കൈ പൊക്കിക്കൂടെ? കൈ താത്ത, കാല് ചലിക്കുക, കണ്ണടയ്ക്കുക, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണ്. അതിനെയാണ് നമ്മൾ വോളണ്ടറി ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഇനി ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് നേരം ഹൃദയം ഇടിക്കണ്ട എന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങൾ അല്ലേ, മസിൽസ് ആക്ടിവിറ്റി, അതാണ് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അതൊക്കെ? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, തുമ്മൽ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ മെഡുല ഒബ്ലോങ്കേറ്റയാണ്. നമ്മളുടെ അനൈച്ഛിക പ്രവർത്തനങ്ങൾ, ഇൻവോളണ്ടറി ആക്ഷൻസ് നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല ഒബ്ലോങ്കേറ്റയാണ്. ഇനി പോൺസ്, കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു, ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നു. അതാണ് ആര്? പോൺസ്. ഇനി മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നു. കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനത്തിനും ഈ ഒരു ഭാഗത്തിന് പങ്കുണ്ട്. അതാണ് മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല ഒബ്ലോങ്കേറ്റ. ഇവയെ മൂന്നിനെയുമാണ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. അപ്പം ബ്രെയിൻ സ്റ്റെം എന്ന് ചോദിച്ചാൽ എന്താണ്? മെഡുല ഒബ്ലോങ്കേറ്റ, പോൺസ്, മിഡ് ബ്രെയിൻ ആണ്. മിഡ് ബ്രെയിൻ ആണ് നമ്മുടെ കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളൊക്കെ വിലയിരുത്തുന്നത്. പോൺസ് എന്താണ് ചെയ്യുന്നത്? കണ്ണിൻ്റെയും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. മെഡുല ഒബ്ലോങ്കേറ്റ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു, ഇൻവോളണ്ടറി ആക്ഷൻസിനെയാണ് നിയന്ത്രിക്കുന്നത്. ഇവ മൂന്നിനെയും കൂടി നമ്മൾ എന്തെന്ന് പറയും? ബ്രെയിൻ സ്റ്റെം എന്ന് പറയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക, പിന്നെന്താണ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴല്ലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഓക്കെ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഇനി നമ്മൾക്ക് എന്താണ് ഓരോ ബ്രെയിനിൻ്റെ പാർട്സാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം നിങ്ങളത് മുകളിൽ നോക്കിയിട്ട് എഴുതാട്ടോ ഓരോന്നിൻ്റെ ഫങ്ഷനും. ഇനി നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ അടുത്ത ഭാഗമാണ് ആര്? സ്പൈനൽ കോഡ്. അപ്പം നമുക്ക് സ്പൈനൽ കോഡിൻ്റെ പാർട്സൊക്കെ ഏതെയാണെന്ന് നോക്കാം. സ്പൈനൽ കോഡ് എവിടെയാണ് കാണുന്നത്? നമ്മളുടെ ബ്രെയിനിൻ്റെ മെഡുല ഒബ്ലോങ്കേറ്റയുടെ കണ്ടിന്യൂഷനായിട്ടാണ് ആര് കാണുന്നത്? സ്പൈനൽ കോഡിനെ കാണാം. നമ്മുടെ ബ്രെയിനിൻ്റെ മെഡുല ഒബ്ലോങ്കേറ്റ കണ്ടു അല്ലേ? ആ മെഡുല ഒബ്ലോങ്കേറ്റയുടെ കണ്ടിന്യൂഷനായിട്ടാണ് ആരെ കാണുന്നത്? നമ്മുടെ സ്പൈനൽ കോഡ് കാണുന്നത്. ചിത്രത്തിലേക്ക് നോക്കിയാൽ ഗ്രാമേറ്ററും വൈറ്റ് മാറ്ററും ഉണ്ട് അല്ലേ? ഈ സ്പൈനൽ കോഡിൻ്റെ ഗ്രാമേറ്റർ എവിടെയാണ് കാണുന്നത്? ഉള്ളിലാണ്. വൈറ്റ് മാറ്ററാണ് പുറത്ത് കാണുന്നത്. പക്ഷേ നമ്മുടെ ബ്രെയിനിൽ സെറിബ്രത്തിൽ എങ്ങനെയായിരുന്നു? വൈറ്റ് മാറ്റർ ആയിരുന്നു ഉള്ളിൽ, ഗ്രാമേറ്റർ എവിടെയായിരുന്നു? പുറത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് ഒക്കെ കാണുമ്പോൾ അതും നോക്കി പഠിച്ച് മനസ്സിലാക്കി വെച്ച് പോകണം കേട്ടോ. ഇനി കാണുന്നത് എന്താണ്? സെൻട്രൽ കനാൽ, നടുക്കൊരു കുഞ്ഞു ഓട്ട കാണാൻ പറ്റും. ദ പാർട്ട് വിച്ച് ഈസ് ഫിൽഡ് വിത്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അതിലെന്താണ് ഫില്ല് ചെയ്തിരിക്കുന്നത്? നമ്മുടെ പ്രൊട്ടക്ഷൻ അല്ലേ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു മെനിഞ്ചൈറ്റിസിൻ്റെ അവിടെയും ഫില്ല് ചെയ്തിട്ടുണ്ട്. ആരാണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്.
ഡോർസൽ റൂട്ട്. എന്താണ് ഡോർസൽ റൂട്ട്? അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ സുഷുമ്നയിലേക്ക് എത്തിക്കടത്തിവിടാം. അതായത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളത് എവിടേക്കാണ്? സുഷുമ്നയിലേക്ക് എത്തിച്ചു കൊടുക്കാം. അപ്പോൾ സുഷുമ്നയിൽ നിന്നും ശരീരത്തിലേക്ക് എത്തിക്കാൻ ഒരെണ്ണം വേണ്ടേ? അതാണ് ആര്? വെൻട്രൽ റൂട്ട്. അതപ്പോൾ സുഷുമ്നയിൽ നിന്നും നിർദ്ദേശങ്ങൾക്ക് എവിടേക്ക് എത്തിക്കും? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കും. വെൻട്രൽ, ഡോർസൽ ഉള്ളിലേക്ക് കിടക്കാനെന്ന് വിചാരിക്കാം, വെൻട്രൽ ഔട്ട്സൈഡ് പുറത്തേക്കാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഡോർസൽ റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? വിവിധ ഭാഗങ്ങളിൽ നിന്നും സുഷുമ്നയിലേക്ക് എത്തിക്കാനും സുഷുമ്നയിൽ നിന്ന് ശരീരഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? വെൻട്രൽ റൂട്ടുമാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും കാല് ഇപ്പം മുറിഞ്ഞു നിൽക്കുക, കാല് നമ്മൾ ആണിയുമ്പോൾ ചവിട്ടിയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് മുറിയേ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കാം, കഴിക്കുക ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക്. അപ്പോൾ ഈ മെസ്സേജ് എവിടേക്ക് എത്തണം? നമ്മുടെ തലച്ചോറിലേക്ക് എത്തണം അല്ലേ? അയ്യോ കൈ മുറിഞ്ഞ്, കാല് മുറിഞ്ഞ് എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജ് അങ്ങോട്ട് എത്തണ്ടേ? അതാര് വഴി പോവും? നമ്മുടെ ശരീരത്തിൻ്റെ ഈ മെസ്സേജ് വഹിക്കുന്ന നെർവസ് വഴി എവിടേക്ക് എത്തും? നമ്മുടെ സുഷുമ്നയിലേക്ക് എത്തും. സുഷുമ്നയ്ക്ക് ആർക്കാ കൊണ്ട് കൊടുക്കണേ? ഡോർസൽ റൂട്ട് വഴിയാണ് സുഷുമ്നയിലേക്ക് എത്തുന്നത്. മെസ്സേജ് സുഷുമ്നയിലേക്ക് ഏത് വഴിയാണ് എത്തുന്നത്? ഡോർസൽ റൂട്ട് വഴി ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലേ, വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മെസ്സേജുകൾ ഡോർസൽ റൂട്ട് വഴിയാണ് സുഷുമ്നയിലേക്ക് എത്തുന്നത്. അപ്പം നമ്മുടെ കാല് മുറിഞ്ഞ മെസ്സേജ് ഡോർസൽ റൂട്ട് വഴി എവിടേക്ക് എത്തി? നമ്മുടെ സുഷുമ്നയിലേക്ക് എത്തി. ഇനി സുഷുമ്ന എന്ന് ആർക്ക് കൊടുക്കും അത്? നമ്മുടെ സ്പൈനൽ കോഡ് ആർക്കാണ് കൊടുക്കുന്നത്? ബ്രെയിനിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ബ്രെയിനിലേക്ക് ഈ മെസ്സേജ് എത്തി, കാല് മുറിഞ്ഞു, ബ്ലഡ് പോകുന്നുണ്ടെങ്കിൽ പൊത്തിപ്പിടിക്കൂ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ കുറച്ച് മെസ്സേജുകൾ തിരിച്ചു വരണ്ടേ? ആ മെസ്സേജുകൾ ബ്രെയിൻ അതിനെ വിശകലനമൊക്കെ ചെയ്ത് നമ്മുടെ സെറിബ്രം നല്ലൊരു തീരുമാനമൊക്കെ എടുക്കും അല്ലേ? പ്രോബ്ലം സോൾവിങ് തിങ്കിങ് കപ്പാസിറ്റി ഒക്കെ ഉള്ള നമ്മുടെ സെറിബ്രം ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം ബ്രെയിൻ ആർക്ക് കൊടുക്കും? നമ്മുടെ സ്പൈനൽ കോഡിൽ സുഷുമ്നയ്ക്ക് കൊടുക്കും. സുഷുമ്ന നാടി വഴി അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്തണ്ടേ? അത് സുഷുമ്ന നാടിയിലെത്തി. ഇനി സുഷുമ്ന നാടിയിൽ നിന്ന് ശരീരഭാഗങ്ങളിലേക്ക് ആര് വഴിയാണ് പോവുക? വെൻട്രൽ റൂട്ട് വഴിയാണ് ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്താം. അപ്പം നമ്മുടെ കൈ ചെന്നുങ്ങാട്ട് ഈ മുറിഞ്ഞ ഭാഗത്തെ തൊട്ട് നോക്കി അങ്ങനെയൊക്കെ കാര്യം മനസ്സിലായില്ലേ മക്കൾക്ക്? അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മെസ്സേജ് ആര് വഴിയാണ്? ഡോർസൽ റൂട്ട് വഴി സുഷുമ്നയിലേക്ക് എത്തുകയും സുഷുമ്നയിൽ നിന്ന് അതെവിടേക്ക് എത്തും? നമ്മുടെ തലച്ചോറിലേക്ക് എത്തും. തലച്ചോറിൽ നിന്നുള്ള റിപ്ലൈ, അതിൻ്റെ മെസ്സേജ് ഏത് വഴി എത്തും? സുഷുമ്നയിലേക്ക് എത്തി. സുഷുമ്നയിൽ നിന്ന് വെൻട്രൽ റൂട്ട് വഴി നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തും. ഇപ്പോൾ ആണി കാലുമ കയറിയാണ് അല്ലെങ്കിൽ വല്ലതാണെങ്കിൽ കാലവിടെ നിന്ന് മാറ്റൂ അങ്ങനെയൊക്കെയുള്ള മെസ്സേജ് വരുമ്പോൾ നമ്മുടെ കാലവിടെ നിന്ന് മൂവ് ചെയ്യില്ലേ? ആ മെസ്സേജ് ആര് വഴിയാണ്? ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ.